ഒരു ചെറിയ കാര്യമല്ല ഞാൻ തുടങ്ങാൻ പോകുന്നത്. വളരെയധികം ഉത്തരവാദിത്തമുള്ളൊരു ചുമതലയാണ്. അർപ്പണബോധമുള്ള ഒരാളില്ലാതെ അത് തുടങ്ങാൻ പറ്റില്ല. ആ ഒരു ഉറപ്പാ എനിക്ക് പവിത്ര സിസ്റ്ററിൽ നിന്നും കിട്ടേണ്ടത്. രാജു വാ. രാജു, അച്ഛൻ ചീറ്റ് ചെയ്യപ്പെടാണല്ലോ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. രാജു, ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഫോണിങ് എടുക്ക്. എന്താ? സ്വിച്ച് ഓഫ് രാജു. ഭരണരംഗത്ത് നിന്ന് ഞാൻ ഏറെക്കുറെ പിന്മാറിയിരിക്കുക. ഇനിയുള്ള ജീവിതത്തിൽ എനിക്കിതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് മദർ തെരേസ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും. അതിന് പവിത്ര സിസ്റ്റർ എൻ്റെ കൂടെ നിൽക്കണം. എന്തു പറയുന്നു? ഉറച്ച തീരുമാനത്തോടെ എൻ്റെ കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കാൻ സർ, ഉറപ്പായിട്ടും. വെരി ഗുഡ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സർ. ബാക്കി ചില ജോലികൾ കൂടി ഉണ്ട്. അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ സാറിനെ വിളിക്കാം. അതുപോരെ? ശരി. സംയുക്ത വാ. ഒന്ന് നിന്നേ. നിങ്ങൾ എന്റെ അച്ഛനെ ചതിക്കുക. നിങ്ങളെ പോലത്തെ ഒരു സ്ത്രീ ഇവർ പറയുന്നൊന്നും കേൾക്കരുത്. ഇവരുടെ പിടിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം. എന്നാൽ ഈ ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ മാറണം. എന്നാലേ നീ ചെന്ന് പറയടി പ്രതാപനോട് ഇത് ചീറ്റിംഗ് ആണെന്ന്. എന്തായാലും പ്രതാപൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ ചെയ്ത ചതിയുടെ അപ്പുറമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളെ കൊണ്ട് തന്നെ അവനെ ശുശ്രൂഷിപ്പിച്ചു. അതവൻ അറിഞ്ഞാ പിന്നെ നിന്നെയും ദേ ഇവനെയും എന്നേക്കുമായേ അവന്റെ ജീവിതത്തിൽ നിന്നും അടിച്ചോടിക്കും. എടി, ഞാൻ നിന്നോടൊക്കെ 1000 തവണ പറഞ്ഞിട്ടുള്ളതാ അംബികാവർമ്മയ്ക്കെതിരെ വരരുതെന്ന്. ഞാൻ തന്നെ സ്വന്തമായി തീരാധാരം നടത്തിയെടുത്തൊരു ലോകമുണ്ട്. അവിടേക്ക് അനുവാദം ഇല്ലാതെ പ്രവേശിക്കരുത്. ആ ലോകത്തെ മഹാറാണിയെ ഈ ഞാനാ. അവിടേക്ക് കയറി വന്നാ അവിടെ പടയൊരുക്കം ഒരുക്കിയ. ഓർമ്മിച്ചോ നീയൊക്കെ? ഇതുപോലെ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ഞാൻ നീറ്റിക്കും.